കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി ജെ ജോസഫാണ് എന്നോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എന്നതടക്കം അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. സ്വാഗതം ശ്രീ പി ജെ ജോസഫ്. എങ്ങനെ ഇപ്പോ കോട്ടയം കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ, അതായത് ഈ ചിഹ്നമടക്കമുള്ള പല കാര്യങ്ങളും വെല്ലുവിളിയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗം അതൊരു പാർട്ടിയല്ല എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം? തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പ്രാധാന്യമുണ്ട്. മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടികളൊന്നും നടപ്പായിട്ടില്ല. പെട്രോൾ ഡീസൽ വില ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാനവും നടപ്പാക്കുന്നില്ല. കാർഷികോൽപ്പന്നങ്ങളുടെ വില, റബ്ബറിന്റെ വില 250 രൂപയാക്കും എന്ന് പറഞ്ഞു. ആ കാര്യമൊന്നും ഉന്നയിക്കാൻ പോലും അപ്പുറത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിന് കഴിയില്ല എന്ന പാലായിലെ കാരണം നമുക്കുണ്ട്. ശ്രീ തോമസ് ചാഴികാടനെ വായടപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമൊക്കെ അറിയാം. അവിടെ ഒരു സ്വാധീനവും ചെലുത്തുവാൻ കഴിയുന്നില്ല. കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുവാൻ ഒന്നും കഴിയുന്നില്ല. കർഷകർക്കുള്ള ഗ്യാരണ്ടി ഒന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ വാഗ്ദാന ലംഘനം നീണ്ട പട്ടികയാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. ഇവിടെ ഈ മത്സരത്തിൽ കോട്ടയത്ത് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഒരു സംശയമില്ല, കോട്ടയത്ത് കേരള കോൺഗ്രസ് ശ്രീ ഫ്രാൻസിസ് ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കളിയാക്കലുകൾക്കൊരു കൃത്യമായ മറുപടി ജനം തന്നെ കൊടുക്കുക. അതായത് നിങ്ങൾക്കൊരു അംഗീകാരമല്ല, ഈ ചിഹ്നത്തെ കുറിച്ചാണല്ലോ അവർ കുറെ കാലമായി രാഷ്ട്രീയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നല്ല ബന്ധമുള്ള ചിഹ്നം ഓട്ടോറിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ ചിഹ്നത്തിൽ തന്നെ ആളുകൾ വോട്ട് ചെയ്ത് ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ മേഖല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എക്കാലത്തും എടുക്കുമ്പോൾ പിളരുന്നു, അതിലൂടെ വളരുമെന്നൊക്കെയാണ് കെ എം മാണി പോലും വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ പാർട്ടി പലപ്പോഴും ഈ ഒരുപാട് സീറ്റുകൾ ജയിച്ചിരുന്ന ഒരു പാർട്ടി ദുർബലമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സമീപകാലം നമ്മൾ നേരത്തെ മുൻകണക്കുകൾ എടുത്താൽ കാണാം. എവിടെയാണ് കേരള കോൺഗ്രസുകൾക്ക് പിഴയ്ക്കുന്നത്? അല്ല, അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് ഐക്യജനാധിപത്യം ഒറ്റക്കെട്ടായിട്ട് കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ കേരള കോൺഗ്രസുകൾ ഒന്നിച്ച് നിന്നാലുള്ള ഒരു ശക്തിയെ കുറിച്ച് കണ്ടിട്ടാണല്ലോ താങ്കൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് കെ എം മാണിക്കൊപ്പം എത്തുന്നത്. അപ്പൊ അതെല്ലാം പഴയ കഥയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു ഇപ്പോ ഞാൻ പറയുന്നത് ടി എം ജേക്കബോ അല്ലെങ്കിൽ കെ എം മാണി അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി അങ്ങനെ ഒരു സാധ്യതകളൊന്നും ഇല്ല അല്ലെ ഒരുമിച്ച്? അതിലേക്കൊന്നും ഇപ്പൊ ഞങ്ങള് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ട ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടയത്ത് ഉണ്ടാകുന്ന മറ്റു വെല്ലുവിളികളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഈ മോഹൻസിനെതിരെ ആരോപണം അതൊന്നും ബാധിക്കില്ല. കാരണം അങ്ങനെ ഒരാളോ രണ്ടാളോ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാർ ഉൾപ്പെടെ. ഈ എവിടെയാണ് അങ്ങ് കുറെ കാലം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ഒരാളെന്നുള്ളതിലേക്ക് എങ്ങനെയാണ് ഈ ആളുകൾ പെട്ടെന്ന് എവിടെയാണ് കേരള കോൺഗ്രസുകാർക്ക് ഇങ്ങനെ പെട്ടെന്ന് പിളരാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു പാർട്ടി വിട്ടു പോകാൻ എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, അതെല്ലാം പഴയ കഥകളാണ്. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ മൂന്നാമത്തെ കക്ഷിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ലീഗുമെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. LDF ഉണ്ടായിരുന്ന പി ജെ ജോസഫിന്റെ പാർട്ടിയും UDF ഏതാണ് കൂടുതൽ കംഫർട്ടായിട്ട് ഇപ്പൊ പറയുക? അല്ല, ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. ഇപ്പം ഐക്യജനാധിപത്യ മുന്നണി
വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ നിർണായകമായൊരു പങ്ക് കേരള കോൺഗ്രസിനും വഹിക്കാനും കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഈ ഒരു കാര്യമുള്ളത് BJP-യുടെ വളർച്ചയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ശോഷിക്കുന്നത് UDF ആണ് എന്നുള്ള വിലയിരുത്തൽ പൊതുവെ വരാറുണ്ട്. താങ്കൾ എങ്ങനെയാണ് അവരുടെ വളർച്ച അല്ലെങ്കിൽ പല സീറ്റുകളിലും ഇപ്പം ഇടതുപക്ഷം മറ്റ് ചില ടാറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്? BJPക്ക് കേരളത്തിൽ അങ്ങനെ ഒരു നിർണായകമായൊരു നിലയുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ BJP ഒരു കാരണവശാലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു നിർണായകമായ ശക്തിയായി മാറാൻ കഴിയില്ല. ഈ ചില സീറ്റുകളിൽ അവർ പിടിക്കുന്ന കുറച്ച് വോട്ടുകളായിരിക്കും ചില സ്ഥാനാർത്ഥികളുടെ തോൽവിയിലേക്ക്, UDF-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ആയിക്കോട്ടെ തോൽവിയിൽ. അപ്പൊ അങ്ങനെ ചെറിയ വളർച്ച പോലും അതൊരു ഭീഷണിയല്ലേ, UDF-ന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്? UDF-ന് ഒരിക്കലും ഭീഷണിയാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വർഗീയ വിഷയങ്ങൾ, ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള കാര്യങ്ങൾ, പലത് പ്രദർശനം, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും? ഇടുക്കി രൂപത തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അതിനൊന്നും ജനങ്ങളുടേതായ ഒരു അംഗീകാരമില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ മനസ്സ് കേരളം ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് തന്നെയാണ്. ആ നിലയ്ക്കുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള ആ ഒരു ആളെ രക്ഷിക്കാൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് റിയൽ കേരള സ്റ്റോറി. അതെ. ഈ അങ്ങയോട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, നേരത്തെ കോട്ടയത്തൊക്കെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ഈ കാടിനുള്ളിൽ എന്ത് ചെയ്യണമെന്ന് ഒരുപാട് അഭിപ്രായങ്ങളും പ്രപ്പോസലും ഒക്കെ. എന്തുകൊണ്ടാണ് ഇത് നടക്കാതെ പോകുന്നത്? ഇതിപ്പോ നമ്മുടെ ഈ മേഖലയെ ആകെ വലിയ രൂക്ഷമായി ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഈ പ്ലാവ് വെച്ചുപിടിപ്പിക്കുന്ന പോലുള്ള ഐഡിയാസ് ഒക്കെ താങ്കൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ തന്നെയാണോ? എന്താണ്? അല്ല, അത് ഞാൻ നിയമസഭയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാട്ടില് മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാകണം, ഭക്ഷണം ഉണ്ടാകണം. അതെല്ലാം സുലഭമാക്കാനുള്ള ഉത്തരവാദിത്വം വനം വകുപ്പിനുമുണ്ട്. അതിനൊക്കെയുള്ള പ്രവർത്തനം മുൻതൂക്കം കൊടുത്ത് പോകണം തന്നെയാണ്. ഈ ഒരു കാര്യം കൂടി, ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ മറ്റ് വിഷയങ്ങൾ, അതൊന്നും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരില്ല? ഒരിക്കലും ഇല്ല. എന്തായാലും ആകെ 20 സീറ്റിൽ 20-20 എന്നുള്ളതാണ് UDF-ന്റെ അവകാശമാണ്. ഇടുക്കിയിലും നല്ല ഭൂരിപക്ഷത്തിന് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയും ഗംഭീരമായിട്ട് ചെയ്യും. പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടല്ലേ? എന്തായാലും അതാണ് PJ ജോസഫ് പറയുന്നത്. കൃത്യമായി, അതായത് കേരളത്തിൽ മറ്റൊരു ഭീഷണിയും, BJP-യുടെ ഉൾപ്പെടെ ഒരു ഭീഷണിയും ഫലം കാണില്ല, അതായത് അവരുടെ അതൊന്നും ഒരു ഭീഷണിയേ അല്ല എന്നുകൂടി PJ ജോസഫ് പറയുകയാണ്. തൊടുപുഴയിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18.